പിന്നീട് വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയിലെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് ഏവർക്കും കാണാവുന്നതാണ്, ഏവർക്കും ഇത് കേട്ട് പഠിക്കാവുന്നതാണ്. നമുക്ക് നേരെ ഇങ്ങോട്ട് കിടക്കാം, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മൾ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളെ കുറിച്ച് പറയുകയാണ്. പക്ഷി സങ്കേതങ്ങൾ, അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണെന്ന് അറിയാമോ? കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം, ലാർജസ്റ്റ് ബേർഡ് സാങ്ച്വറി ഓഫ് കേരള. ആൻസർ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയാണ്? എറണാകുളം. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി സിറ്റുവേറ്റഡ് അറ്റ് എറണാകുളം ഡിസ്ട്രിക്റ്റ്. എറണാകുളം ഡിസ്ട്രിക്റ്റ്. ഒരു തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം 1983 കേട്ടോ. തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം എന്നാണ്? 1983. അതുപോലെ തട്ടേക്കാട് പക്ഷി സങ്കേതം ഏതു നദിയുടെ തീരത്താണ്? നദി ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? പെരിയാറിൻ്റെ തീരത്താണ്. അവിടെയാണ്, പെരിയാറിൻ്റെ തീരത്താണ്. അതുപോലെ തന്നെ തട്ടേക്കാട് പക്ഷി സങ്കേതമായിട്ട് ബന്ധമുള്ള ഒരു പക്ഷി ശാസ്ത്രജ്ഞനാണ് ആര്? ഡോക്ടർ സലീം അലി. ആരാണ്? ഡോക്ടർ സലീം അലി. ഡോക്ടർ സലീം അലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ഷി നിരീക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ സലീം അലിയാണ് കേട്ടോ. ബേർഡ് മാൻ ഓഫ് ഇന്ത്യ. ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ സലീം അലിയാണ്. ഡോക്ടർ സലീം അലിയുടെ ആത്മകഥ ഏതാണെന്ന് അറിയാമോ? ഡോക്ടർ സലീം അലിയുടെ ആത്മകഥ ഏതാണ്? ഒരു കുരുവിയുടെ പതനം. The Fall of a Sparrow. Autobiography of Dr. Salim Ali. Answer: The Fall of a Sparrow. ഒരു കുരുവിയുടെ പതനം. അതുപോലെ തന്നെ ഒരു പക്ഷിശാസ്ത്രജ്ഞനാണ് ഡോക്ടർ സലീം അലി. പക്ഷികളെക്കുറിച്ചുള്ള പഠനം എന്താണെന്ന് അറിയാമോ? പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. പക്ഷികളെക്കുറിച്ചുള്ള പഠനം. ആൻസർ: ഓർണിത്തോളജി. അതുപോലെ കേരളത്തിലെ പക്ഷിഗ്രാമം എവിടെയാണെന്ന് അറിയാമോ? കേരളത്തിലെ പക്ഷിഗ്രാമം എവിടെയാണ്? നൂറനാട്, ആലപ്പുഴ. എവിടെയാണ്? നൂറനാട്, ആലപ്പുഴ. പക്ഷിപ്പാതാളം എവിടെയാണ്? വയനാട്. പക്ഷിപ്പാതാളം ലൊക്കേറ്റഡ് അറ്റ് വയനാട്. അതുപോലെ തന്നെ നമ്മളിനി പറയുന്നത് മംഗളവനം പക്ഷി സങ്കേതത്തെക്കുറിച്ചാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതമാണ്. സ്മാളസ്റ്റ് ബേർഡ് സാങ്ച്വറി ഓഫ് കേരള. ആൻസർ: മംഗളവനം ബേർഡ് സാങ്ച്വറി. മംഗളവനം ബേർഡ് സാങ്ച്വറി. അതുപോലെ തന്നെ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു കേട്ടോ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണിത്. മംഗളവനം പക്ഷി സങ്കേതം. മംഗളവനം ബേർഡ് സാങ്ച്വറി ഈസ് നോൺ ആസ് ലങ്സ് ഓഫ് കൊച്ചി കേട്ടോ. അതായത് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയുടെ സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതമാണ്. നിയറസ്റ്റ് ബേർഡ് സാങ്ച്വറി ഓഫ് കേരള ഹൈക്കോർട്ട്. ആൻസർ എന്താണ്? മംഗളവനം ബേർഡ് സാങ്ച്വറി. മംഗളവനം പക്ഷി സങ്കേതം ഏതു ജില്ലയാണ്? മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയാണ്? എറണാകുളം ജില്ല. മംഗളവനം ബേർഡ് സാങ്ച്വറി ലൊക്കേറ്റഡ് അറ്റ് എറണാകുളം ഡിസ്ട്രിക്റ്റ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏക താറാവ് വളർത്തൽ കേന്ദ്രം എവിടെയാണെന്ന് അറിയാമോ? നിരണം. അതെവിടെയാണ്? പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയാണ്. നിരണം കവികളുടെ ജന്മദേശമാണ് ഇവിടെ നിരണം. അതുപോലെ കേരളത്തിലെ പ്രസിദ്ധമായ ഹനുമാൻ സ്വാമി ക്ഷേത്രം എവിടെയാണെന്ന് പറയുമ്പോൾ കവിയൂര്. അതെവിടെയാണ്? അത് പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ. കവിയൂര് പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ. പറഞ്ഞു കൂട്ടം പത്തനംതിട്ട എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് കേട്ടോ. കവിയൂര് ഹനുമാൻ സ്വാമി ക്ഷേത്രം സ്ഥിതി എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. മയിൽ സങ്കേതത്തെക്കുറിച്ചൊന്ന് പറയാം. മയിൽ സങ്കേതം ചൂളന്നൂർ മയിൽ സങ്കേതം. കേരളത്തിലെ ഒരേ ഒരു മയിൽ സങ്കേതം ഏതാണ്? ചൂളന്നൂർ മയിൽ സങ്കേതമാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ മയിൽ സങ്കേതം, ലാർജസ്റ്റ് പീകോക്ക് സാങ്ച്വറി ഓഫ് കേരള. ആൻസർ: ചൂളന്നൂർ പീകോക്ക് സാങ്ച്വറി. ചൂളന്നൂർ പീകോക്ക് സാങ്ച്വറി അറിയപ്പെടുന്ന ആരുടെ പേരിലാണ്?
KK നീലകണ്ഠൻ്റെ പേരിലാണ് കേട്ടോ. KK നീലകണ്ഠൻ്റെ പേരിലാണ് ചൂളന്നൂർ മയിൽസങ്കേതം അറിയപ്പെടുന്നത്. അപ്പം KK കേട്ടോ. അപ്പം ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? KK നീലകണ്ഠനാണ്. പെൻ നെയിം ഓഫ് KK നീലകണ്ഠൻ. ആൻസർ ഇന്ദുചൂടൻ. കേട്ടോ. പെൻ നെയിം ഓഫ് KK നീലകണ്ഠൻ്റെ തൂലികാനാമാണിത് ഇന്ദുചൂടൻ. ചൂളന്നൂർ മയിൽസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. ഏതാണ്? പാലക്കാട് ജില്ലയാണ്. അപ്പം ഞാനിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയിലെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് ഇവർക്കും ഉപകാരപ്പെടുന്നതാണ്, പ്രയോജനപ്പെടുന്നതാണ്. കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക? വീഡിയോ കാണുക കേട്ടോ.